ഹമാസ് മുൻ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയെന്ന് ഒടുവിൽ പരസ്യമായി സമ്മതിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഹനിയെ കൊല്ലപ്പെട്ട 5 മാസം പിന്നിടുമ്പോഴാണ് ഇസ്രയേൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾക്ക് കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും സിറിയയിലെ അസദ് ഭരണകൂടത്തെയും പരാജയപ്പെടുത്തിയെന്നും അവരുടെ നേതാക്കളുടെ തലയറുത്തതുപോലെ യമനിലെ ഹൂതികൾക്കും കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. בימים האלה בהם ארגון הטרור החותי יורה על מדינת ישראל, אני רוצה להעביר בפתיחה מסר ברור. הבסנו את החמאס, ניצחנו את החיזבאללה, עברנו את מערכות ההגנה באיראן ופגענו במערכי הייצור, מוטטנו את משטר אסד בסוריה, הכינו קשות בציר הרשע, ואנחנו נכה קשות גם בארגון הטרור החותי שנשאר עומד אחרון ויורה על ישראל. נפגע בתשתיות אסטרטגיות שלו ונערוף את ראש מנהיגיו בדיוק כמו שעשינו להניע סינואר ונסראללה בטהרן, עזה ובלבנון, נעשה בחודדה ובצנע. מי שירים יד על ישראל ידו תיגדע, וידו הארוכה של צה"ל תפגע בו ותבוא איתו חשבון. മനു ഭർത്ത് ചേരുന്നുണ്ട്. മനു, ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന കാര്യം നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അത് ലോകരാജ്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നതുമാണ്. അതിനുശേഷം ഇസ്രായേൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുകയാണ്. ഒപ്പം മറ്റ് ഹൂതികൾക്കുള്ള മുന്നറിയിപ്പുമുണ്ട്. എന്താണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ, നിലപാട്? സജിത്ത്, ഈ ഇസ്മായിൽ ഹനിയെ വകവരുത്തിയത് ഇസ്രായേലാണ് എന്ന കാര്യം നേരത്തെ തന്നെ ലോകത്തെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അത് ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഈ വിശദീകരണം വരുന്നതോടുകൂടി അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു എന്നതാണ് അതിലെ സുപ്രധാനമായ കാര്യം. കാരണം ഇസ്മായിൽ ഹനിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ശത്രുക്കളിൽ ഒരാൾ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, 1962 ഹനിയ ജനിക്കുന്നത്. ഗസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അവിടെ നിരന്തരം ഈ അൽഷാദിയിലെ ഈ അഭയാർത്ഥി ക്യാമ്പിലുള്ള വീട്ടിൽ നിരന്തരം അവിടെ ബോംബാക്രമണങ്ങൾ ഉണ്ടാകുമായിരുന്നു. യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ ഇതിന് മുകളിൽ പറന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഹനിയ ഇസ്രായേലിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. മാത്രമല്ല ആ വീട് ഈ ഹമാസ് നേതാക്കളുടെ ഒരു മീറ്റിംഗ് പോയിൻ്റാണ് എന്ന തരത്തിൽ ഇസ്രായേൽ അന്നേ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഹനിയ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് ഖത്തറിൽ താമസമാക്കുന്നു. അതിനുശേഷമാണ് ഈ ടെഹ്റാനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത്. മസൂദ് പെസേഷിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ എത്തിയ ഘട്ടത്തിലാണ് ഈ സ്ഫോടനം നടക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹമാസിനെ സായുധവൽക്കരിക്കുന്നതിൽ അക്രമാസക്തമാക്കുന്നതിലൊക്കെ ഇസ്മായിൽ ഹനിയയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ആക്രമണം. പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഹനിയ നടത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. പല ചർച്ചകളിലും ഇസ്രായേലുമായി ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്നു, പ്രത്യേകിച്ച് ഇറാനുമായൊക്കെ നടത്തുന്നതിൽ ഒക്കെ അദ്ദേഹം ചില നയതന്ത്ര മുഖമായി നിന്നു എന്നത് ഒരു വാസ്തവമാണ്. പക്ഷേ ഹമാസിൻ്റെ ആവശ്യങ്ങൾക്കായി എല്ലായ്പ്പോഴും മുന്നിട്ടിറങ്ങിയത് ഇസ്മായിൽ ഹനിയായിരുന്നു. അദ്ദേഹം ഈ ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഒരു പ്രധാന നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യാഹ്യ സിൻവാറും ഒക്കെ ഇതുപോലെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മന്ത്രി വ്യക്തമാക്കുന്നത്. പ്രതിരോധ മന്ത്രി പറയുന്നത് ഇതുപോലെ യാഹ്യ സിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ കൊല്ലപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ള തലവന്മാരും അതുപോലെ ഹമാസ് തലവന്മാരും കൊല്ലപ്പെട്ട അതേ സാഹചര്യം ഇപ്പോൾ ഹൂതികൾക്കും നേരിടേണ്ടി വരും. അവരുടെ ശിരച്ഛേദം നടത്തും. അതിന് ഇസ്രായേലിന് മടിയില്ല എന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് അതിൻ്റെ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം ദൂരവ്യാപകമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പ്രതികരണം കൂടുതൽ പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ സമാധാനത്തിലേക്കുള്ള ദൂരം ഇനിയും വളരെ അകലെയാണ് എന്ന ഒരു സൂചന നൽകുന്നു. ശക്തമായി തിരിച്ചടിക്കുക എന്നതാണ് ഇപ്പോൾ
ഇസ്രായേൽ ഹൂതികൾക്കെതിരെ നടത്തുന്ന ഒരു നീക്കം. സ്വാഭാവികമായും അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന നിലപാട് പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹമാസിൻ്റെയും പ്രധാന നേതാക്കളെ വകവരുത്തുന്നതിൽ കൃത്യമായ പങ്ക് തങ്ങൾക്കുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുമ്പോൾ അത് കൂടുതൽ അത്തരം പ്രത്യാക്രമണങ്ങൾക്കുള്ള സാധ്യത കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. യെസ്, മനു ഒന്ന് തുടരുക. മോഹൻ വർഗീസ് അന്താരാഷ്ട്ര വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഇസ്രായേൽ. എന്താണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സാഹചര്യം? ഒപ്പം തന്നെ ഹൂതികൾക്കുള്ള വലിയ മുന്നറിയിപ്പുകളുമുണ്ട് ഈ വാക്ക്. ഇസ്രായേലിന്റെ പരസ്യ പ്രസ്താവന എന്ന് പറയുന്നത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. സാധാരണ ഇസ്രായേൽ നടത്തുന്ന, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് നടത്തുന്ന ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് അത് സാധാരണഗതിയിൽ ഇസ്രായേൽ അക്നോളജ് ചെയ്യാറില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് സ്വരൂപിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ IDF-ന്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഗറില്ല ഫോഴ്സസ് എന്തെങ്കിലും ആയിരിക്കും നടത്തിയതെന്ന് അറിയാം. പക്ഷെ പരസ്യമായി പറയുന്നതിന്റെ പിന്നിൽ വ്യക്തമായ സൂചന, താക്കീത് നൽകുകയാണ്. ചുറ്റുപാടുമുള്ള ഇറാനിയൻ പ്രോക്സികൾക്ക് അതിശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങൾ ലോകത്തിന്റെ ഏതറ്റത്ത് ചെന്നും നിങ്ങളെ ആക്രമിക്കും. ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന മിലിഷ്യകളെ, അവരുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്യും എന്ന് പരസ്യമായി പറയാനുള്ള ഒരു സൂചകമായി വേണമെങ്കിൽ ഇതിനെ കാണാം. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടത് ടെഹ്റാനിൽ വെച്ചാണ്. ടെഹ്റാനിൽ വളരെ സുരക്ഷിതമായി കഴിഞ്ഞുകൂടിയിരുന്ന ഇസ്മായിൽ ഹനിയയെ ടെഹ്റാന്റെ മണ്ണിൽ, ഇറാന്റെ മണ്ണിൽ കടന്നു കയറി എല്ലാ സുരക്ഷാ കവചവും ഭേദിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇറാനിൽ നിന്നും പിന്തുണ ലഭിച്ചു. അപ്പൊ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാന്റെ സൈനിക സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അവിടെ നിന്നും ആഭ്യന്തരമായി സഹായം ലഭിച്ചാലല്ലാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി അവിടെ കടന്നു ചെന്ന് ആക്രമണം നടത്താനാവില്ല. അതുകൊണ്ടാണ് ഏത് രാജ്യമാണോ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, ഏത് മിലിഷ്യകളാണോ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, അവർക്ക് ആര് അഭയം കൊടുത്താലും ഏത് മാളത്തിൽ ഒളിച്ചാലും ശരി, ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ അവരെ തേടിയെത്തും. അത് പൊതുവെ അക്നോളജ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ അക്നോളജ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഈ യുദ്ധം യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ, ഒന്ന് ഹൂതികൾക്കെതിരെ യമനിൽ, മറ്റേത് ഹമാസിനെതിരെ പലസ്തീൻ മണ്ണിൽ അല്ലെങ്കിൽ ഗാസയിൽ, അതുപോലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ, ഷിയ മിലിഷ്യകൾക്കെതിരെ ഇറാഖിലും സിറിയയിലും. ഈ സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പിന്നിൽ പോലും യഥാർത്ഥത്തിൽ ഒക്ടോബർ 7-ന്റെ ബാക്കിപത്രമാണ് യഥാർത്ഥത്തിൽ ബാഷർ അൽ അസദിന്റെ പതനം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏറ്റവും അധികം സുരക്ഷാ കവചം ഒരുക്കുന്ന ഇസ്രായേലിനെ നമ്മൾ കാണുന്നു. അയൺ ഡോം എന്നത് കേവലം ഒരു ലെവൽ മാത്രമാണ്. ഈ പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനിക നിഘണ്ടുവിൽ വലിയ സ്ഥാനമുള്ള ഒരു വാക്കാണ്. പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പ്രീ എംപ്റ്റീവ് സ്ട്രൈക്സ് ആണ്. അതുപോലെ ശത്രു സൈന്യത്തിന്റെ നേതാക്കളെ, തലവന്മാരെ, തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ആ സൈന്യങ്ങളുടെ മൊറാൽ അല്ലെങ്കിൽ ആത്മവീര്യം പരമാവധി നഷ്ടപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ നടപടിയാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് പരസ്യമായി ഇസ്രായേലിന്റെ ഭാഗത്ത് ഇങ്ങനെയൊരു പ്രസ്താവന വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ നന്ദി മോഹൻ വർഗീസ് പ്രതികരിച്ചത്. മനു, ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് 5 മാസം വൈകിയുള്ള ഈ പ്രഖ്യാപനം എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നേരത്തെ മോഹൻ വർഗീസ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ ശത്രു രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിത ഇടത്തേക്കും ഞങ്ങൾക്ക് കടന്നു കയറാൻ കഴിയും എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രഖ്യാപനവുമാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ. പക്ഷേ എന്തുകൊണ്ട് അത് 5 മാസം വൈകി എന്നൊരു ചോദ്യമുണ്ട്. സാധാരണ ഇത്തരം യുദ്ധമുഖത്ത് തങ്ങളുടെ ശത്രുവിൽ ഒരു പ്രധാനിയെ കൊലപ്പെടുത്തുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അവകാശവാദം ഉന്നയിക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഒരു തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 5 മാസം വൈകൽ ഉണ്ടായത്? അല്ല, സ്വാഭാവികമായും ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ അത് ഒരു ഏറ്റുമുട്ടലിൽ മരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ചെന്ന് ആക്രമണം നടത്തി അവിടെ ഉള്ള ഒരു പ്രതിനിധിയെ കൊല്ലുക എന്നത്. കാരണം ഖത്തറിൽ നിന്ന് ടെഹ്റാനിലേക്ക് എത്തുകയാണ് ഇസ്മായിൽ ഹനിയ. അത് എത്തുന്നത് ഒരു നിസ്സാര കാര്യത്തിനല്ല. അവിടുത്തെ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇസ്മായിൽ ഹനിയ അവിടെ എത്തുന്നത്. അപ്പോൾ അതീവ സുരക്ഷയുള്ളൊരു മേഖലയിൽ കടന്നു കയറി ഒരു സ്ഫോടനമുണ്ടാക്കി അതിൻ്റെ ആ ഉത്തരവാദിത്വം ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ എടുത്താൽ തുടർന്നുള്ള അവിടെ നിന്ന് അതിൻ്റെ തെളിവ് നശിപ്പിക്കൽ അല്ലെങ്കിൽ അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ രക്ഷപ്പെടൽ, അതെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്ന ആശങ്കയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. പിന്നെ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിൽ കടന്ന് ഇങ്ങനെ ആളുകളെ വകവരുത്തുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചിലപ്പോൾ അതൊരു ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമായി ഉയർന്നേക്കാം. അപ്പോൾ ആ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നതാണ് യുക്തിസഹമായ ഒരു രീതി എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് ഈ ഘട്ടത്തിൽ അത് അദ്ദേഹം
തുറന്നു പറയാൻ സന്നദ്ധമായത് കാരണം ഇസ്രായേലിന് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരുന്നു. ഗസയിൽ ഒരു വശത്ത് യുദ്ധം തുടരുന്നു, ലെബനിൽ യുദ്ധം തുടരുന്നു, അതേപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉപയോഗിക്കുക എന്നതിൻ്റെ ഭാഗമായി കൂടി ആയിരിക്കണം ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ. ഇത് ഇസ്മായിൽ ഹനിയയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ അവർ പറഞ്ഞ ആ പ്രയോഗം ഇങ്ങനെയാണ്: ഹനിയെ, സിൻവാറിനെ, ഹസൻ നസ്രുള്ളയെ ഇവരെയൊക്കെ ഞങ്ങൾ വകവരുത്തിയിട്ടുണ്ട്. ടെഹ്റാൻ, ഗാസ, ലബനൻ എന്നിവിടങ്ങളിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ സനയിൽ ചെയ്യും, അതുപോലെ ഞങ്ങൾ ഹൊദൈദയിലും ചെയ്യും എന്നാണ് കാറ്റ്സ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലകളിലൊക്കെ തങ്ങൾക്ക് പിടിയുണ്ട് എന്ന് ഉറപ്പിക്കുക. അതുപോലെ നേതൃത്വത്തെ, ഈ ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഗസയുടെയും നേതൃത്വത്തെ തങ്ങൾക്ക് വകവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൂതികൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളെ കൂടി ഭയപ്പെടുത്തുക, അതൊരു സൈക്കോളജിക്കലായ ഒരു അറ്റാക്ക് ഉണ്ടാക്കുക, അവരെ പ്രതിരോധത്തിലാക്കുക, ഒളിവിൽ പോകാൻ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഒക്കെ നിർബന്ധിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗമായിരിക്കും ഇത് നടന്നിരിക്കുന്നത്. ഏതായാലും അവർ ഒരു കാര്യം കൂടി പറയുന്നു, ഈ കാറ്റ്സിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഈ ഹൂതി ഭീകര സംഘടന ഇസ്രായേലിന് നേരെ ചില മിസൈൽ പ്രയോഗിക്കുമ്പോൾ അവരൊരു കാര്യം ഓർക്കണം, അവർക്കൊരു സന്ദേശം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി, ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി, ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു, ഉത്പാദന കേന്ദ്രങ്ങൾ ഞങ്ങൾ തൂത്തെറിഞ്ഞു, സിറിയയിൽ അസദ് ഭരണകൂടത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തു, തിന്മയുടെ അച്ചുചുണ്ടായ നിങ്ങൾക്ക് കനത്ത പ്രഹരം നൽകും എന്നാണ് പറയുന്നത്. കൂടാതെ യമനിലെ ഹുതി ഭീകര സംഘടനയ്ക്ക് ഞങ്ങൾ കനത്ത പ്രഹരം നൽകും എന്നും പറയുന്നു. അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കും. ഇതൊരു മുൻകരുതലായി മുന്നറിയിപ്പായി എടുക്കണം എന്നുള്ളൊരാവശ്യം. ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, മനു മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ PJ വിൻസെന്റ്, ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി എന്ന കാര്യം 5 മാസത്തിന് ശേഷം തുറന്ന് പരസ്യമായി പ്രതിരോധ മന്ത്രി, ഇസ്രായേൽ പ്രധാനമന്ത്രി സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒരു തന്ത്രപരമായ നീക്കമാണോ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്? ഇതിനിടയിൽ ഗാസയിൽ വീണ്ടും ചില അറ്റാക്കുകൾ ഉണ്ടാകുന്ന ചില സൂചനകൾ കൂടിയും പുറത്തു വരുന്നുണ്ട്. എന്താണ് താങ്കൾ ഈ സാഹചര്യത്തിലേക്ക് കാണുന്നത്? ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങളുടെ ഗതി എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും നേരിട്ടുള്ള സൈനിക അതിക്രമങ്ങളും അത് ഒരു മാറ്റിവെക്കേണ്ടുന്ന അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല. ഇസ്രായേലിന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ലോകത്തിന് വ്യക്തമായ കാര്യമാണ്. പക്ഷേ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വെസ്റ്റ് ഏഷ്യയിലെ മാറ്റങ്ങൾ ഇസ്രായേലിന് ഒരു മേൽക്കൈ ആ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ളയെ അവർക്ക് ഏകദേശം തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഘർഷങ്ങളിലൊന്നും ഇസ്രായേലിന് ഹിസ്ബുള്ളയെ നിശ്ചിതമായി തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതിന്റെ തുടർച്ചയായി ഹിസ്ബുള്ള ദുർബലമായതോടുകൂടി അതിന്റെ തുടർച്ചയായിട്ട് സിറിയൻ ഭരണകൂടവും വീഴുന്നു. അപ്പോൾ ഇറാൻ ആവട്ടെ വലിയ രൂപത്തിൽ ദുർബലമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാന് ശക്തമായ പിന്തുണ നൽകുന്ന റഷ്യ ആവട്ടെ ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ സാഹചര്യം ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന് ആ മേഖലയിൽ വലിയ തന്ത്രപരമായ മേൽക്കൈ ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. സിറിയ എന്ന് പറയുന്നത് ഒരു രാജ്യമാണല്ലോ. മറ്റത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇറാന്റെ പ്രോക്സികൾ മാത്രമാണ്. സിറിയ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി ഇറാന്റെ കൂടെ ഷിയ നെറ്റ്വർക്കിന്റെ, ഷിയ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിൽ ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ 3 രാജ്യങ്ങൾ അതിൽ പരസ്പര ഐക്യത്തോടുകൂടി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് സിറിയയുടെ തന്ത്രപരമായ സ്ഥാനം. അപ്പോൾ ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള കണക്ടിവിറ്റി ഈ സിറിയയുടെ ഭൂപ്രദേശത്തിലൂടെയായിരുന്നു. അതോടൊപ്പം ഗൊലാൻ ഹൈറ്റ്സ്, ഗൊലാൻ പ്രദേശങ്ങൾ സിറിയയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം ഉണ്ടെങ്കിലും സിറിയയുടെ പ്രദേശങ്ങളാണ്. അതും അവിടെ നിന്നുള്ള അക്രമങ്ങളെയും ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ ഹെർമോൺ പർവ്വതനിര അടക്കുന്ന ഗൊലാൻ പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ കൈപ്പിടിയിലായി. ഉത്തര ഇസ്രായേലിൽ അവര് യുദ്ധം വിജയിച്ചു എന്നങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രഹരശേഷിയെ അവർ നിർണായകമായി തകർത്തു.
ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയാണ് യഥാർത്ഥത്തിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്, ഇസ്രായേലും നടത്തുന്നുണ്ട്. അവരുടെ സനയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും തകർത്തെറിയാൻ സാധിച്ചു. അപ്പോൾ ആ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചൈനയുടെ നിശബ്ദ പിന്തുണയും ഇറാൻ, സിറിയ, റഷ്യ സഖ്യവും ആ മേഖലയിൽ അതിശക്തമായി നിലനിന്നിരുന്നു. അവിടെ ഒരു പവർ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ ഇസ്രായേലിന്റെ സമീപകാലത്തെ മുന്നേറ്റത്തിലൂടെ അവർക്ക് കഴിഞ്ഞു. അവിടെ റഷ്യ ആ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ന്യൂട്രലൈസ് ചെയ്യുകയോ പിൻവാങ്ങുകയോ ചെയ്തു. ഇറാൻ പൂർണ്ണമായിട്ടും ദുർബലമായി, സിറിയയിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമായി. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനുണ്ടായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ അവിടുത്തെ ശാക്തിക ബലാബലം ഇസ്രായേലിന് അനുകൂലമാണ്. മാത്രവുമല്ല, ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വരികയാണ്. അദ്ദേഹം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ പ്രവേശിക്കുന്ന നിമിഷം ഇസ്രായേലിന് കൂടുതൽ ശക്തിയും പിന്തുണയും പ്രഹരശേഷിയും ലഭിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നൽകിയ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതോടൊപ്പം താങ്കൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് രഹസ്യമായി ചെയ്തത് ഇനി പരസ്യമായി ചെയ്യാൻ മടിക്കില്ല എന്നുള്ള ഒരു സന്ദേശം മാത്രമേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സിന്റെ പ്രസ്താവനയിലുള്ളൂ. കാരണം ഇസ്രായേലിന്റെ അതിശക്തമായ വിമർശനം നിലനിൽക്കുകയും ശാക്തിക ബലാബലം ഇസ്രായേലിന് പ്രതികൂലമായി നിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ മൊസാദിനെ ഉപയോഗിച്ചും IDF-നെ ഉപയോഗിച്ചും ഒക്കെ ഇസ്രായേൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്നത് മൊസാദാണെന്നും ഇസ്രായേലാണെന്നും ലോകത്തിനൊക്കെ അറിവുള്ള കാര്യവുമാണ്. എന്നാൽ ഇപ്പോൾ ആ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ ഇസ്രായേലിന് അനുകൂലമായി ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നൽകിയ അധിക ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. യെസ്, വളരെ നന്ദി ഡോക്ടർ PJ വിൻസെന്റ് പ്രതികരിച്ചതിന്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയ നീക്കമായി കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ നീക്കം കാണുന്നത്. ഒപ്പം തന്നെ അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നത് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ പ്രസക്തമാണ്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, ഇതിനിടയിൽ ഒരു വാർത്ത കൂടി വരുന്നത് ഗസയ്ക്ക് നേരെ വീണ്ടും അറ്റാക്ക് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളാണോ? അത്തരം ഒരു ആക്രമണം നടന്നു. അത് പ്രത്യേകിച്ച് ആശുപത്രി കേന്ദ്രീകൃതമായാണ് നടന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വരുന്നത്. പാലസ്തീൻ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇത് സംബന്ധിച്ചൊരു വിശദാംശം പുറത്തുവിട്ടിരിക്കുന്നത്. അത് ആശുപത്രി ഏതാണ്ട് 20 തവണത്തോളം ഡ്രോൺ അറ്റാക്കുകൾ 20 അറ്റാക്കുകൾ ഉണ്ടായി എന്നാണ്. ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടായി, ഗൺഫയർ ഉണ്ടായി, അതോടൊപ്പം ICUകൾ വരെ തകരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. ആരോഗ്യ പ്രവർത്തകരും രോഗികളും കൂട്ടിരിപ്പുകാരും ഇതിൽ ഇരകളായിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം പേർ മാരകമായി പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടാണ് ഈ പാലസ്തീൻ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഈ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ ഈ ആശുപത്രിയിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അവിടെ തുടർച്ചയായ ബോംബിംഗ് നടക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഈ ഒക്ടോബറിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്കിടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നത് തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇത് ഒരു വശത്ത് തുടരുമ്പോൾ ഇസ്രായേലിന് നേരെ ഈ ഹൂതികളുടെ ആക്രമണവും മറുവശത്ത് വരുന്നുണ്ട്. അവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ചൊവ്വാഴ്ച ഇന്ന് രാവിലെ പതിച്ചു. പലയിടങ്ങളിലും സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നതായി ഇസ്രായേലിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൂതികളുടെ ആക്രമണം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നു. അവിടെ പ്രത്യേകിച്ച് ഈ സൈറനുകൾ മുഴങ്ങുന്നത് മധ്യ ഇസ്രായേലിലാണ്. ഹെർസിലിയ, അതുപോലെ അഷ്ഡോഡ് തുടങ്ങിയ പട്ടണങ്ങൾക്ക് സമീപത്താണ് സൈറനുകൾ മുഴങ്ങുന്നത്. ബിർഷേബയിൽ സൈറൻ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ ഹൂതികളുടെ ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 25 ആളുകൾക്ക് ചെറുതായി നിസാര പരിക്കുകൾ, വലിയ കാര്യമായ പരിക്കുകൾ ഇല്ല, പക്ഷേ നിസാര പരിക്കുകൾ ഏറ്റതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിലെ ആ സാഹചര്യം സംഘർഷാവസ്ഥയ്ക്കായവില്ല എന്നതാണ്. പക്ഷേ അവിടെ ഒരു ചെറിയൊരു ആശ്വാസമാകുന്നത് ഒരുപക്ഷെ ഈ ട്രംപ് താൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെടിനിർത്തലിന് ഗസ തയ്യാറെടുക്കണമെന്നാണ്. അതിന് ഇസ്രായേൽ വെച്ചിട്ടുള്ള ഒരു കാര്യം അവരുടെ ബന്ദികൾ മുഴുവൻ വിട്ടയക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിന് തയ്യാറാകാത്ത പക്ഷം താൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് ഗസയെ
അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹമാസിനെ ഡൊണാൾഡ് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജനുവരി 20 ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുന്നേ പരമാവധി ആക്രമണങ്ങൾ നടത്തുക എന്ന് ഇസ്രയേലും കണക്ക് കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും അതിനുശേഷം ഇത് കുറെ കൂടി രമ്യതയിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരും എന്ന ഒരു വസ്തുത എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. യെസ്, മനു തുടരുക. ഇപ്പോൾ KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ, വിദേശകാര്യ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ KP ഫാബിയാൻ, നമുക്ക് മുന്നിലുള്ള സാഹചര്യം ഈ പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും അത് രൂക്ഷമാകുന്നു എന്ന സാഹചര്യമാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ ഹമാസ് മുൻ മേധാവിയെ വധിച്ചു എന്ന അവരുടെ പരസ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഈ ഗസയ്ക്ക് നേരെ വീണ്ടും അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടാകുന്നതിന് മറ്റെന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ, യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഒരു ജനസൈഡൽ വാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുള്ള പ്രധാന കാരണം പ്രസിഡന്റ് ബൈഡന്റെ അയൺ ക്ലാഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപ് വരുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ട്രംപ് ഒരു ബിസിനസ് മാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധങ്ങളൊന്നും ഇഷ്ടമല്ല. തന്നെയുമല്ല, ട്രംപ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നെതന്യാഹു കേൾക്കും. ബൈഡൻ 100 പ്രാവശ്യം പറഞ്ഞാലും നെതന്യാഹു കേൾക്കില്ല. അപ്പോ സാധ്യതയുണ്ട്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ട് കറപ്ഷൻ ചാർജസ് ഒക്കെ ഉണ്ട്. ഈ യുദ്ധം കഴിയുന്നിടത്തോളം നീട്ടിക്കൊണ്ടു പോവുക, കഴിയുന്നിടത്തോളം അത് വ്യാപീകരിക്കുക, അതായത് ഇറാനുമായിട്ട് ഉണ്ടാക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് 20-ാം തീയതിക്ക് മുമ്പ് ഒരു താൽക്കാലിക ഞാൻ ആ വാക്ക് 2 പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു, താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായേക്കും. യെസ്, താൽക്കാലിക വെടിനിർത്തലിനാണ് സാധ്യത. ഇപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ 5 മാസം കഴിഞ്ഞൊരു ഇത് പരസ്യമായി പ്രതിരോധ മന്ത്രി പ്രഖ്യാപിക്കുന്നതിൻ്റെ സാഹചര്യം, അതിനെന്തെങ്കിലും ഒരു മറ്റെന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണോ? നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കൽ അടക്കമുള്ള വിഷയങ്ങളും അതിൽ ഇസ്രയേൽ മുന്നിൽ കാണുന്നുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്രയേലാണ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോ ഇപ്പോൾ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഈ ഹാനിയെ മാത്രമല്ലല്ലോ ഇസ്രയേൽ കൊന്നത്, പലരെയും കൊന്നിട്ടുണ്ടല്ലോ. ഇസ്രയേലിന്റെ പോളിസി കൊല്ലുന്ന സമയത്ത് ഒന്നും പറയില്ല. അപ്പോ ഇന്റർനാഷണൽ മീഡിയ പറയും ഇസ്രയേൽ ഹാസ് നൈദർ ആക്സെപ്റ്റഡ് നോർ ഡിനൈഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചതിൽ അധികമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നന്ദി ഡോക്ടർ KP ഫാബിയാൻ പ്രതികരിച്ചതിന്. ഹമാസിന്റെ മുൻ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഇസ്രയേൽ. ഒപ്പം തന്നെ ഇതിനിടയിൽ പുറത്തു വരുന്നത് ഗസയ്ക്ക് നേരെ വീണ്ടും അറ്റാക്ക് ഉണ്ടാകുന്നു, ആശുപത്രികൾക്ക് നേരെയടക്കം ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായി എന്നതാണ്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഉണ്ട്.